ഏവർക്കും സ്വാഗതം, വണക്കം, വന്ദനം. അതീവ ആഹ്ലാദത്തോടു കൂടെയാണ് ഞാൻ ഈ ഹ്രസ്വമായ വീഡിയോ നിർമ്മിക്കുന്നത്. ഇതിൻ്റെ പ്രതിപാദ്യ വിഷയം നാം ഏവരും ദീർഘനാളുകളായി വളരെ ദാഹിച്ച് ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച് കാത്തിരുന്ന ഒരു നല്ല സംഭവ വികാസമുണ്ടായിരിക്കുന്നു. അത് മറ്റൊന്നുമല്ല, കേരളത്തെ ആകമാനം ദീർഘനാളായി വീർപ്പ് മുട്ടിച്ചുകൊണ്ടേയിരുന്ന കുർബാന തർക്കം ഇതാ അവസാനം ഒരു പോംവഴി കണ്ടെത്തിയിരിക്കുന്നു, ഒരു പര്യവസാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇതിൽ സന്തോഷിക്കാത്ത ആരും തന്നെ കേരളത്തിലുണ്ടാകുകയില്ല, പ്രത്യേകിച്ച് കേരളത്തിലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്. കാരണം അവർക്ക് ഇത് വലിയൊരു തലവേദനയായിരുന്നു. പുരോഹിതന്മാരും മെത്രാന്മാരും അവരുടെ കുഞ്ഞാളുകളുമായി സമ്പാദിക്കുമ്പോൾ അവരുടെ മധ്യേ രക്തച്ചൊരിച്ചിലുണ്ടാകാതെ കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. അതിന് പ്രത്യേകമായ പരിശീലനം ലഭിക്കാത്ത പോലീസുകാർ ആ കൃത്യം വളരെ സാമർഥ്യത്തോടെ കഴിവോടെ നിർവഹിച്ചു എന്നത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് എക്കാലത്തും അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, അത് നമുക്ക് പ്രസക്തമല്ല എന്നുകൊണ്ട് തന്നെ. അത് കേരള ആഭ്യന്തരമന്ത്രിയായ പിണറായി വിജയൻ കൈകാര്യം ചെയ്യട്ടെ. അത് അദ്ദേഹത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. എങ്ങനെയാണ് ഈ ജഡിലമെന്ന് എല്ലാവരും എഴുതി തള്ളിയ, ഒരു വിധത്തിലും ഇതിനൊരു പ്രശ്നപരിഹാരം ഉണ്ടാകുകയില്ല എന്ന് വിചാരിച്ച് നാം നിരാശയിലാണ്ടുപോയ ഒരു പ്രശ്നത്തിന് എങ്ങനെയാണ് പൊടുന്നനവെ ഒറ്റ രാത്രി കൊണ്ട് ഒരു പരിഹാരമുണ്ടായത്? ആ സന്തോഷമേറിയ സദ്വാർത്ത നിങ്ങളുമായി പങ്കിടുക എൻ്റെ കടമയും എൻ്റെ പ്രത്യേകമായ സന്തോഷവുമാണ്. അതിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. സീറോ മലബാർ സഭയിലുണ്ടായ ഈ വലിയ പ്രശ്നം ദിവ്യബലി അർപ്പിക്കുന്ന പുരോഹിതനോ മെത്രാനോ അവൻ അൾത്താരയിലോട്ട് തിരിഞ്ഞു നിൽക്കണോ അല്ലെങ്കിൽ ജനങ്ങളുടെ മുഖത്തേക്ക് നോക്കണമോ? ഇതായിരുന്നു പ്രശ്നം. ഈ പ്രശ്നമെന്ന് പറയുന്നത് യേശുവിൻ്റെ ശരീര രക്തങ്ങളെക്കാൾ, യേശുവിൻ്റെ ആത്മീയ വ്യക്തിത്വത്തെക്കാൾ, യേശു നിർവഹിച്ചു എന്ന് ക്രിസ്ത്യാനികൾ പരക്കെ വിശ്വസിക്കുന്ന രക്ഷണ്യ ദൗത്യത്തെക്കാൾ പ്രാധാന്യമർഹിക്കുന്നതായിരുന്നുവെന്ന് സീറോ മലബാർ സഭ മാത്രമാണ് കണ്ടുപിടിച്ചത്. അത് വളരെ ശ്രദ്ധേയമായ കണ്ടുപിടുത്തമാണ്. യേശുവില്ലെങ്കിലും കുഴപ്പമില്ല, വഴക്കിടാൻ എന്തെങ്കിലും ഒരു പോയിൻ്റ് പറഞ്ഞു തന്നാൽ മതി എന്ന ഒരു വിധത്തിൽ ക്രിസ്ത്യ വിശ്വാസത്തെ കൊണ്ടാക്കി തീർക്കുവാൻ മറ്റൊരു സഭയ്ക്കും കഴിയുമായിരുന്നില്ല എന്ന് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ കിഴക്കോട്ടാണോ പടിഞ്ഞാറാട്ടാണോ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഞാൻ പണ്ട് നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞതായതുകൊണ്ട് കത്തോലിക്ക സഭ, സീറോ മലബാർ സഭ അത് ശ്രദ്ധിച്ചില്ല, അതിൻ്റെ വില മനസ്സിലാക്കിയില്ല, അത് പുച്ഛിച്ച് തള്ളുകയാണ് ഉണ്ടായത്. എന്നാൽ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ പ്രശ്നം പരിഹരിക്കപ്പെടാതെ കൂടുതൽ വഷളാകുന്നു എന്ന അവസ്ഥ പരിഗണിച്ച് സീറോ മലബാർ സഭയുടെ സിനഡ് എങ്ങനെയെങ്കിലും ഒരു വിരാമം ഇടണമെന്ന് കരുതിക്കൂട്ടി ഇപ്പോൾ കത്തോലിക്ക സഭയുടെ ഒരു പൊതുവായ ട്രെൻഡായ പെന്തക്കോസ്തുകാരിൽ നിന്ന് കടമെടുക്കുക. അങ്ങനെ പെന്തക്കോസ്തിൽ നിന്ന് കടമെടുത്ത ഒരു മഹാൻ സജിത്ത് പാസ്റ്ററുണ്ട്. അദ്ദേഹം ഇപ്പോൾ പാസ്റ്ററല്ല, പെന്തക്കോസ്തിലായിരുന്നപ്പോൾ അദ്ദേഹം പാസ്റ്ററായിരുന്നു. ഇപ്പോൾ അദ്ദേഹം സജിത്ത് ജോസഫ് പ്രവാചകനാണ്. അല്പരോഗശാന്തി വിദഗ്ധ പരിപാടിയും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹമാണിപ്പോൾ കേരളത്തിലെ കത്തോലിക്ക സഭയുടെ അത്താണി. അങ്ങനെ പെന്തക്കോസ്തുകാരിൽ നിന്ന് കടമെടുക്കുന്ന ഒരു നല്ല പാരമ്പര്യം കത്തോലിക്കർ ആരംഭിച്ചതുകൊണ്ട് സീറോ മലബാർ സഭയും ആ ഒരു മാർഗത്തെ അവലംബിച്ച് ഈ പ്രശ്നപരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി അവരെ വിളിച്ചത് അനീഷ് കാവാലം എന്ന് പറയുന്ന ആ അതിമഹത്തായ ശക്തിയേറിയ പ്രഭയേറിയ ആത്മീയ വ്യക്തിത്വത്തെയാണ്. അദ്ദേഹത്തെ ബഹുമാനപുരസ്സരം ആനയിക്കുകയും സിനഡ് ആസ്ഥാനത്തിൽ കൊണ്ടുവരികയും അദ്ദേഹത്തെ സൈസിന് ഒപ്പിച്ച് ഒരു വലിയ സിംഹാസനത്തിരുത്തി സിനഡിലെ അംഗങ്ങളായ എല്ലാ മെത്രാന്മാരും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് കൈകൂപ്പി വണങ്ങി അതിൽ തട്ടിൽ തിരുമേനി സാഷ്ടാംഗം വീണ് നമസ്കരിച്ച്, പക്ഷേ വീണ് നമസ്കരിച്ചത് എഴുതേക്കാൻ വയ്യാതെ വേറെ 2-3 പേർ കൂടി ചേർന്നാണ് അദ്ദേഹത്തെ പൊക്കി എടുത്തതെന്നാണ് ആളുകൾ പറയുന്നത്. നമുക്കറിയില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത്. കാരണം ദോഷ എതിർക്കളായ അനേകം ആളുകൾ ഇതിനകത്ത് കുഴച്ചിലുണ്ടാക്കാനായിട്ട്
ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട്. ഇവർ പറയുന്നതൊന്നും നിങ്ങൾ വിശ്വസിക്കരുത്. അദ്ദേഹത്തിന് കമിഴ്ന്ന് വീണ് നമസ്കരിച്ചിട്ട് തന്നെ എഴുന്നേൽക്കാനുള്ള ആരോഗ്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം അദ്ദേഹത്തിൻ്റെ ചിരിയിൽ കൂടെ നിങ്ങൾക്ക് വ്യക്തമാണ്. നല്ല ആരോഗ്യമുള്ളവർക്ക് മാത്രമേ അങ്ങനെ ചിരിക്കാനൊക്കത്തുള്ളൂ, നിങ്ങൾക്കറിയാം. അത് കൂടുതലായി ഞാൻ വിവരിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ആദ്യ കർമ്മങ്ങൾ പൂർത്തിയാക്കിയ ശേഷം തട്ടിൽ തിരുമേനി തന്നെ പാമ്പ്ലാനി തിരുമേനിയുടെ കൈയും പിടിച്ചുകൊണ്ട് അനീഷ് കാവാലം, അതായത് സിംഹാസനത്തിരിക്കുന്ന അനീഷ് കാവലത്തോട് ചോദിച്ചു, ശ്രേഷ്ഠ മറുഭാഷാ വിദഗ്ധനായ പാസ്റ്ററങ്ങുന്നേ, ഞങ്ങളുടെ ഈ പ്രശ്നത്തിന് എന്താണ് ഒരു പരിഹാരം? അപ്പോൾ അവർ പ്രതീക്ഷിച്ചതുപോലെയോ പ്രതീക്ഷിക്കാതെ പോലെയോ നമുക്കറിയില്ല, മേൽപ്പടി കാവാലം അദ്ദേഹത്തിന് എപ്പോഴും പരിചയമുള്ളതും അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യം പ്രത്യേകം നിലനിൽക്കുന്ന ആ പഴയ കലാപരിപാടി, അതായത് മറുഭാഷ, അദ്ദേഹം ഒരു 5 മിനിറ്റ് മറുഭാഷയുടെ കാച്ചി. എൻ്റെ മറുഭാഷയുടെ വിശദാംശങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതിൽ അദ്ദേഹം നടത്തുന്ന ചില പദപ്രയോഗങ്ങൾ എന്നെ ചിലപ്പോൾ നാണിപ്പിച്ചിട്ടുണ്ട്. പോട്ടെ, സാരമില്ല. അദ്ദേഹം ആത്മാവിൻ്റെ നിർവൃതിയിൽ സർവശക്തിയും ഉപയോഗിച്ച് തൊണ്ടയുടെ ശബ്ദത്തിൻ്റെ അങ്ങേ അറ്റത്തിൽ ഈ മറുഭാഷ പ്രയോഗം നടത്തി. ഈ മറുഭാഷ പ്രയോഗം നടത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് യുദ്ധമുറ പരിചയമുണ്ടെങ്കിൽ അതിനകത്തുള്ളൊരു ഡോക്ട്രിനാണ് സോഫ്റ്റനിങ് ദ ടാർഗറ്റ്. ഇപ്പോൾ ഒരു സ്ഥലത്ത് ശത്രുവിൻ്റെ സൈന്യം കൂടുതൽ തമ്പടിച്ചിട്ടുണ്ട്, പാളയമടിച്ചിട്ടുണ്ട്, അവിടെ നേരെ പോയി യുദ്ധം ചെയ്യാൻ പ്രയാസമാണെങ്കിൽ ചെയ്യുന്നത് ആദ്യം ഈ വ്യോമ മാർഗത്തിലുള്ള അറ്റാക്ക്, ഒത്തിരി ബോംബ് അവരുടെ തലയിലിട്ട് അവർ ഒത്തിരി പേരെ കൊന്ന് അവരുടെ വീര്യം കെടുത്തി അവസാനം അവരെ അറ്റാക്ക്. അതിനാണ് സോഫ്റ്റനിങ് ദ ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടിയാണ് മറുഭാഷ അദ്ദേഹം ഇങ്ങനെയുള്ള അവസരങ്ങൾ പ്രയോഗിക്കുന്നത് എന്നാണ് അനീഷ് കാവാലത്തോട് അടുപ്പമുള്ള ആളുകൾ എന്നോട് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അത് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഒരുത്തൻ മറ്റൊരു സഭയെപ്പറ്റി എന്ത് പറഞ്ഞാലും വിശ്വസിക്കരുത് എന്നതാണ് അനുഭവം കൊണ്ട് ഞാൻ നാളിതുവരെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഏതായാലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ മറുഭാഷ കസത്ത് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മുമ്പിലുള്ള മാർത്തട്ടിലും പാമ്പ്ലാനിയും സിനഡിലെ മറ്റംഗങ്ങളായ മെത്രാന്മാരും എല്ലാം കുളിച്ചു വേർത്ത് നിൽക്കുന്നു. അപ്പോൾ കാവാലത്തിന് മനസ്സിലായി, ഈ അവസരത്തിൽ വല്ലവൻ അവതരിപ്പിച്ചാൽ അതേക്കും. അതുകൊണ്ട് അദ്ദേഹം കണ്ണുമടച്ച് തിരുവായി മുഴിഞ്ഞ എന്തെന്നാൽ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം, നിങ്ങൾ അൾത്താര, അതായത് അൾത്താര വെച്ചിരിക്കുന്ന സ്ഥലം ശരിയല്ല. നിങ്ങൾ എന്തിനാണ് പള്ളിയുടെ ഒരറ്റത്ത് കൊണ്ടുപോയി ഈ അൾത്താര സ്ഥാപിച്ചിരിക്കുന്നത്, ഈ ഓൾട്ടർ വെച്ചിരിക്കുന്നത്? നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മധ്യത്തിൽ സമാധാനം ഉണ്ടാകുന്നതിനും ഇതുവരെ ആരും ശ്രമിച്ചിട്ടും പരിഹരിക്കാൻ കഴിയാത്ത ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തുന്നതിനും പരിശുദ്ധാത്മാവ് ഇപ്പോൾ എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്ന മർമ്മം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ അൾത്താരയെ തള്ളി ഈ പള്ളിയുടെ നടുവിൽ കൊണ്ട് വയ്ക്കുകയും അതിനുശേഷം വിശ്വാസ സമൂഹം ഞായറാഴ്ച തോറും കുർബാന കാണാൻ വരുമ്പോൾ അവരെ ഇപ്പോൾ ഇരുത്തിയിരിക്കുന്നത് പോലെയല്ല, 2 സമമായ കൂട്ടങ്ങളായും അവരെ വേർതിരിച്ചിട്ട് ഒരു കൂട്ടത്തെ അൾത്താരയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഇടത്തും മറ്റു കൂട്ടത്തെ അൾത്താരയുടെ കിഴക്ക് ഭാഗത്തുമുള്ള ഇടത്തും ഇരുത്തുവീൻ. അങ്ങനെ ഇരുത്താൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? പള്ളിയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ സാധ്യമല്ല. കാരണം അൾത്താര ഒരറ്റത്താണ് ഇരിക്കുന്നത്. അപ്പോൾ അൾത്താര ഉന്തിത്തള്ളി പള്ളിയുടെ നടുവിൽ കൊണ്ടുവച്ചാൽ കിഴക്കും പടിഞ്ഞാറും തുല്യമായ ഇടമുണ്ടാകും. അപ്പോൾ ഇടവകയുടെ പകുതി ആളുകൾ അൾത്താരയുടെ പടിഞ്ഞാറ് വശത്തും ബാക്കിയുള്ള പകുതി അൾത്താരയുടെ കിഴക്ക് വശത്തും ഇരുന്നാൽ പുരോഹിതൻ ഈ ദിവ്യബലി അർപ്പിക്കുമ്പോൾ പകുതി ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ മുഖം കാണാം, പകുതി ആളുകൾക്ക് അത്ര മനോഹരമല്ലാത്ത അദ്ദേഹത്തിൻ്റെ മറ്റ് ഭാഗങ്ങളും കാണാം. അപ്പോൾ അൾത്താര അഭിമുഖീകരിച്ച് കുർബാന അർപ്പിക്കണമെന്ന് പറയുന്ന ആളുകളുടെ ആവശ്യം അതുകൊണ്ട് പൂർത്തീകരിക്കും. ജനങ്ങളെ അഭിമുഖീകരിച്ച് കുർബാന അർപ്പിക്കണമെന്ന് പറയുന്നവരുടെ ആ ഡിമാൻഡും അതുകൊണ്ട് നമുക്ക് പരിഹരിക്കാൻ സാധിക്കും.
കാരണം പകുതി ആളുകളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജനാഭിമുഖ കുർബാനയാണ് നടത്തുന്നത്. ബാക്കിയുള്ള 50% സംബന്ധിച്ചിടത്തോളവും അദ്ദേഹം അൾത്താര അഭിമുഖ കുർബാനയാണ് നടത്തുന്നത്. അപ്പോൾ രണ്ടുപേരുടെയും അവകാശങ്ങൾ, രണ്ടുപേരുടെയും നിർബന്ധങ്ങൾ സാധിച്ചു കൊടുത്തു. പിന്നെ എവിടെയാണ് പ്രശ്നം? ഈ ഒരു ആശയം കാവാലം അവതരിപ്പിച്ചപ്പോൾ സീറോ മലബാർ സഭയിലെ സിനഡ് അംഗങ്ങൾ മുഴുവനും അത്ഭുതപ്പെട്ടവരുടെ കണ്ണ് തള്ളിപ്പോയി. അവരുടെ കണ്ണ് തള്ളിയിരിക്കുന്നതിൻ്റെ പടം നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ നിങ്ങളുടെ കണ്ണും തള്ളിപ്പോകുമായിരുന്നു. അവർ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ മൂളയിൽ ഇത് ഉദിക്കാതിരുന്നത്? അത് അനീഷ് കാവലത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ബഹുമാനപ്പെട്ട പിതാക്കന്മാരെ, നിങ്ങളെ ആളുകൾ പിതാക്കന്മാരെന്ന് പറഞ്ഞാലും തലച്ചോറ് പിണ്ണാക്കായ പോലെ എന്ത് ചെയ്യും? ഇത് വളരെ ലളിതമല്ലേ? നിങ്ങൾ പരിശുദ്ധാത്മാവിനെ അഭയം പ്രാപിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ എന്തുകൊണ്ടാണ് മറുഭാഷ പറയാത്തത്? മറുഭാഷ പറയാതെ എങ്ങനെയാണ് ദിവ്യമായ ആശയങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ വരുന്നത്? ഞാൻ മറുഭാഷ പറയുന്നതിൻ്റെ ഉദ്ദേശം ഇങ്ങനെയുള്ള ദിവ്യമായ ആശയങ്ങൾ എൻ്റെ മനസ്സിലിങ്ങനെ കടന്നു വരത്തക്കവണ്ണം എൻ്റെ തലയോട്ടി ഒന്ന് പൊളിച്ചു വെക്കുന്ന പരിപാടിയാണ് ഈ മറുഭാഷാ പ്രയോഗം എന്നത്. മറ്റാരോടും ഞാൻ നാളെ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ഞാൻ നിങ്ങളോടായിട്ട് വളരെ ഗോപ്യമായി സ്വകാര്യമായി വെളിപ്പെടുത്തുകയാണ്. ആരും ഇതുവരെയും കാണാതിരുന്നൊരു കാര്യം, അത് ക്യാമറ വേണ്ടതുപോലെ വേണ്ട ആംഗിളിൽ വെക്കാതിരുന്നത് കൊണ്ട് ആരുടെ ശ്രദ്ധയിൽപ്പെടാതിരുന്നതാണ്. ഇപ്പോൾ ഞാൻ മറുഭാഷ പറയുമ്പോൾ എൻ്റെ തലയ്ക്ക് മുകളിൽ ഒരു ക്യാമറ വെച്ചിരുന്നുവെങ്കിൽ ഞാൻ മറുഭാഷ പറയുന്ന സമയത്ത് എൻ്റെ തലയുടെ തലച്ചോട്ടി മേളിൽ നിന്ന് രണ്ടായി അല്പം ഒന്ന് പിളരുകയും അതിൽ കൂടെ പ്രകാശം ബഹിർഗമിക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാമായിരുന്നു. പക്ഷെ ആരും അത് കാണാൻ താല്പര്യപ്പെട്ടില്ല. അതിന് തക്കതായ ക്യാമറ സ്ഥാപിച്ചില്ല. പെന്തക്കോസ്തുകാർക്ക് പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി വേണ്ടത്ര ജിജ്ഞാസയില്ല. അതെൻ്റെ കുഴപ്പമല്ല. പക്ഷേ കാര്യം ഇങ്ങനെയാണ്, ഞാൻ മറുഭാഷ പറയുമ്പോൾ എൻ്റെ തലച്ചോറ് ദിവ്യമായ ആശയങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടി, മഴയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന വേഴാമ്പൽ അതിൻ്റെ വാ പൊളിച്ചിരിക്കുന്നത് പോലെ എൻ്റെ തലച്ചോറ് ദിവ്യമായ ആശയങ്ങളെ സ്വീകരിക്കുന്നതിന് വേണ്ടി അതിൻ്റേതായ വാ വിളിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അങ്ങനെ എൻ്റെ ഉള്ളിൽ പ്രവേശിച്ച ആശയമാണ് ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നത്. പക്ഷേ ഇതിൻ്റെ മിടുക്ക് എനിക്ക് അവകാശപ്പെടാൻ സാധ്യമല്ല. ഏതായാലും ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു നിയോഗമാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇതുകൊണ്ട് എന്നേക്കുമായി അവസാനിക്കണം. ഇതുകൊണ്ടും അവസാനിക്കാത്തവൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനെ ഇനിയും കത്തോലിക്ക സഭയിൽ നിർത്തരുത്. അവനെ പെന്തക്കോസ്തിലോട്ട് നിങ്ങൾ നാടുകടത്തണം. അവനെ വേണ്ടതുപോലെ പരുവപ്പെടുത്താനുള്ള കഴിവ് ഞങ്ങൾക്കുണ്ട്. ഒരു 2-3 മാസം കഴിഞ്ഞ് ഞങ്ങളവനെ ശരിയാക്കിയിട്ട് തിരിച്ചു തരാം. അതിന് ഗ്യാരണ്ടി ആയിട്ട് ഞങ്ങളുടെ തന്നെ മധ്യത്തിൽ നിങ്ങൾ പിടിച്ചുകൊണ്ട് പോയ സജിത് ജോസഫ് പാസ്റ്ററില്ലേ, അദ്ദേഹം അതിന് ഗ്യാരണ്ടി നിൽക്കും എന്ന് പറഞ്ഞപ്പോൾ സിനഡിനാകപ്പാടെ വലിയ തൃപ്തിയായി. അവർ സമ്മതിച്ചു. അങ്ങനെ സിനഡ് ഒരു പ്രഖ്യാപനമിറക്കി. ഇന്ന് മുതൽ കുർബാന തർക്കം ഇത് അവസാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രഖ്യാപനം ഉണ്ടായി. ഈ വിളംബരം വന്നപ്പോൾ, ഇത് കേട്ടപ്പോൾ എൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് പോരാ. എൻ്റെ മനസ്സിൽ സന്തോഷത്തിൻ്റെ തൃശ്ശൂർ പൂര വെടിക്കെട്ടുണ്ടായി. അപ്പോൾ ആ സന്തോഷം സഹിക്കാൻ വയ്യാതെ ഞാൻ ചാടി, ആർത്തു തുള്ളി. ഇപ്പോൾ നമ്മൾ പഴയ നിയമത്തിൽ ദാവീദ് രാജാവ് സന്തോഷം വന്നപ്പോൾ നൃത്തം വെച്ചു എന്നൊക്കെ വായിച്ചില്ലേ. എനിക്ക് നൃത്തം ചവിട്ടാൻ അറിയാമാത്തതുകൊണ്ട് ഞാൻ ചെറുപ്പത്തിൽ സ്പോർട്സുകാരുണ്ട്. അപ്പോൾ ഞാൻ ചാടിയപ്പം തല ചെന്ന് ഞാൻ കിടക്കുന്ന കട്ടിലിൽ മോസ്കിറ്റോ നെറ്റ് ഇടാനായിട്ട് മെറ്റൽ കൊണ്ടൊരു ഫ്രെയിം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ചെന്ന് ഇടിച്ചതാണ് ഈ പറ്റിയ കുഴപ്പം. അതുകൊണ്ടാണ് ഇതും ഇങ്ങനെ ഇരിക്കുന്നത്. എൻ്റെ ഒരു തെളിവായിട്ടാണ്. അപ്പോൾ സാരമില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഞാൻ സ്വപ്നം കണ്ടതാണ്. അതായത് സിറോ മലബാർ സഭയെ ദീർഘനാളായി ഗ്രസിച്ചിരിക്കുന്ന ഈ വലിയ ഭൂതം, അതായത് ദിവ്യബലി അർപ്പിക്കുന്നതിനുള്ള തർക്കം, പരസ്പരം സ്നേഹിക്കണം, സ്നേഹത്തിനേക്കാൾ അപ്പുറത്തൊരു ദിവ്യബലിയുമില്ല എന്ന് പഠിപ്പിച്ച യേശുവിൻ്റെ ശരീരരക്തങ്ങളെപ്പറ്റി ഈ കിഴക്കോട്ടാണോ പടിഞ്ഞാറാട്ടാണോ എന്ന വിവാദം കൊണ്ട് വിഷം തുപ്പി പരസ്പരം വിഷക്കുർബാന നടത്തുന്ന ഈ അതിഭക്തന്മാരായ വിശ്വാസികൾ, അവരുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ശാപം എങ്ങനെയെങ്കിലും അവസാനിക്കണമേ, അതിനൊരു വഴിയൊരുക്കണമേ ദൈവമേ എന്ന് ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും കാംക്ഷിച്ചു വരുന്ന എൻ്റെ മനസ്സിൽ, ഞാൻ ഉറക്കത്തിലായിരുന്നപ്പോഴും ഇതാകുന്നത് കൊണ്ട്, ഞാൻ കണ്ട സ്വപ്നമായിരുന്നു ഇത്,
സന്തോഷിച്ചു തുള്ളിച്ചാടിച്ചപ്പോൾ തല ചെന്ന് ആ മോസ്കിറ്റോ നെറ്റിടുന്ന മെറ്റൽ ഫ്രെയിമിൽ ഇടിച്ചു പോയതാണ്. അതിലെനിക്ക് യാതൊരു പരാതിയുമില്ല. എങ്ങനെയെങ്കിലും ഈ ശാപം ഒന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു. കാരണം കേരളത്തിലെ ക്രിസ്തീയ വിശ്വാസികൾക്ക് എല്ലാവർക്കും ഒന്നുപോലെ അസഹനീയമായ നാണക്കേടും അപമാനവും വരുത്തുന്ന ഈ ചവിട്ട് നാടകം, ഈ കത്തിവേഷം കരിവേഷം, അതായത് കഥകളിയുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഇതൊന്ന് അവസാനിപ്പിച്ച് മനുഷ്യത്വം നാണക്കേടല്ല എന്ന് മറ്റുള്ളവരെങ്കിലും ഗ്രഹിക്കേണ്ടതിന് ദൈവത്തിൻ്റെ പേരിൽ നടത്തുന്ന ഈ കോലാഹലം ദയവായി ഒന്ന് നിർത്തിത്തരണം. ഞാനത് കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിലുമാണ് പറയുന്നത്. അവരും പറയുന്നു സഹിക്കാൻ വയ്യ, അത് കണ്ടു നിൽക്കാൻ വയ്യ. അപ്പോൾ ഇത്രമാത്രം തലവേദന ഉണ്ടാക്കുന്ന ഈ പ്രശ്നം വല്ല വിധത്തിലും എൻ്റെ കാലത്ത് ഒന്ന് അവസാനിച്ച് കണ്ടിരുന്നെങ്കിൽ കൊള്ളായിരുന്നുവെന്ന് അതിയായി ആഗ്രഹിച്ചതിൻ്റെ ഫലമായി ഊണിലും ഉറക്കത്തിലും ഇതിനെ വിട്ടുമാറാതെ ഗ്രഹിച്ചിരിക്കുന്ന ചിന്തയായതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊരു സ്വപ്നം കണ്ടുപോയതാണ്. അപ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്യാം? ഏതായാലും അങ്ങനെ ഒരു അറുതി. പക്ഷേ ഒരു കാര്യം സത്യമാണ്, ഇത് ഞാൻ സ്വപ്നത്തിൽ ആണെങ്കിൽ തന്നെയും അത് അനീഷ് കാവാലത്തിൻ്റെ മാധ്യമത്തിൽ കൂടെയാണ്. അനീഷ് കാവാലം എങ്ങനെയാണ് എൻ്റെ സ്വപ്നത്തിൽ ഇടം പിടിച്ചതെന്ന് എനിക്കറിയില്ല, പക്ഷേ അങ്ങനെ സംഭവിക്കുന്നു. അത് കുഴപ്പമില്ല, സാരമില്ല. അപ്പോൾ സ്വപ്നത്തിൽ കൂടെ ഇങ്ങനെ ഉതിർന്നു വന്ന ആശയം എവരും പരിഗണിക്കേണ്ടത് തന്നെയാണ്. വാസ്തവത്തിൽ ഇത് നല്ലൊരാശയം തന്നെയാണ്. അതായത് അൾത്താര ഇപ്പോഴിരിക്കുന്ന സ്ഥലത്ത് നിന്ന് പറിച്ചിളക്കി പള്ളിയുടെ നടുഭാഗത്ത് കൊണ്ട് സ്ഥാപിക്കുക. ആ പള്ളിയിൽ ആരാധിക്കാൻ വരുന്ന വിശ്വാസ സമൂഹത്തെ സമമായി 2 കഷ്ണമായി മുറിക്കുക. ഒരു കഷ്ണത്തെ പടിഞ്ഞാറ്റും ഒരു കഷ്ണത്തെ കിഴക്കും ഇരുത്തുക. അപ്പോൾ ഇവിടെ നിന്ന് മെത്രാനോ കത്തനാരോ ഈ ദിവ്യബലി അർപ്പിച്ചാലും 2 കൂട്ടരുടെയും ഡിമാൻഡ് ഈക്വലായിട്ട് നിർവഹിക്കപ്പെടും. ജനാഭിമാന കുർബാന കാണേണ്ടവർക്ക് അത് കാണാം, അല്ലെങ്കിൽ അൾത്താരാഭിമുഖമായ കുർബാന കാണേണ്ടവർക്ക് അതും കാണാം. അതനുസരിച്ച് ആളുകൾ എവിടെ ഇരിക്കണമെന്ന് അവർ തീരുമാനിക്കട്ടെ. ഇപ്പോൾ ജനാഭിമാന കുർബാന കാണേണ്ട ആളുകൾ കിഴക്കും, അൾത്താര അഭിമുഖ കുർബാന കാണേണ്ടവർ പടിഞ്ഞാട്ട് വരുന്നോട്ടെ, പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഇത് വലിയൊരു ജനസൗഹാർദ്ദത്തിന് വഴിയൊരുക്കുമെന്നതുകൊണ്ടാണ് ഈ ആശയം സ്വപ്നത്തിലാണ് എൻ്റെ മനസ്സിൽ കടന്നതെങ്കിലും അതിൻ്റെ ഉറവിടം അനീഷ് കാവാലമാണെങ്കിലും അതിൻ്റെ മാധ്യമമായി വന്നത് മറുഭാഷ കസർത്താണെങ്കിലും ഇത് നിങ്ങളെ അറിയിക്കാൻ ഒരു വിധത്തിലും വയ്യാത്തത് കൊണ്ട് അല്പം നാണക്കേടും സങ്കോചത്തോടും കൂടെയാണ് ഞാൻ ഈ ആശയം അവതരിപ്പിക്കുന്നത്. തന്നെയുമല്ല, അനാവശ്യമായിട്ട് നെറ്റിയിൽ ഇത് ഒട്ടിച്ചുകൊണ്ട് ഇതൊക്കെ പറയേണ്ടി വന്നതിലുമുള്ള സങ്കടം അത് നിങ്ങൾ ക്ഷമിക്കണം എന്ന ക്ഷമാപണം നടത്തിക്കൊണ്ട് എന്തു ചെയ്യാം, നമ്മുടെ ഈ അവസ്ഥ പരിഗണിച്ചാൽ എന്തൊക്കെ നാടകം കളിച്ചാൽ, എൻ്റെ ദൈവമേ എന്തൊക്കെ നാടകം കളിച്ചാൽ മനുഷ്യരുടെ ഉള്ളിൽ അല്പം വെളിച്ചം ഒന്ന് കടത്തിവിടാൻ സാധിക്കും എന്ന ഏക അന്വേഷണത്തിൽ ഈ വയസ്സുകാലത്ത് ഞാൻ കിട്ടുന്ന കോലങ്ങൾ അത് അതിൻ്റെ അർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കും എന്ന് നന്നേ പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളോടുള്ള എൻ്റെ കടപ്പാടും നന്ദിയും അറിയിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും ദൈവം നല്ല ബുദ്ധി നൽകുമാറാകട്ടെ. ആമേൻ.